Hello everyone. In this video I am going to talk about DBMS structure. അപ്പോൾ ഞാൻ ഓൾറെഡി 3 സ്കീമ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് കവർ ചെയ്തിട്ടുണ്ട്. 3 സ്കീമ ആർക്കിടെക്ചർ. അപ്പോൾ 3 സ്കീമ ആർക്കിടെക്ചറിൽ നമ്മൾ പറഞ്ഞത് കമ്പ്യൂട്ടറിൻ്റെ ആർക്കിടെക്ചറാണ്. ഇത് DBMSൻ്റെ ആർക്കിടെക്ചറാണ്. ഇത് DBMSൻ്റെ സ്ട്രക്ചറാണ്. സോ ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. DBMSൻ്റെ സ്ട്രക്ചർ ചോദിച്ചാൽ നിങ്ങൾ ഇതാണ് പറയേണ്ടത്. ആർക്കിടെക്ചർ നമ്മൾ പറഞ്ഞത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഡാറ്റ അബ്സ്ട്രാക്ഷനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ. ഇൻറ്റേർണൽ ലെവൽ, എക്സ്റ്റേണൽ ലെവൽ ആൻഡ് കൺസെപ്ച്വൽ ലെവൽ എന്ന് പറഞ്ഞിട്ട് ഡാറ്റ, ഉള്ളിലുള്ള ഡാറ്റനെ എങ്ങനെ ഹൈഡ് ചെയ്യുന്നു, എങ്ങനെ ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ പറഞ്ഞിരുന്നത്. ഓക്കെ, സോ ഇൻ ദിസ് വീഡിയോ ഐ വിൽ ടോക്ക് അബൌട്ട് DBMS സ്ട്രക്ചർ. അപ്പോൾ ഇഫ് യു ആർ ആസ്ക്ഡ് വാട്ട് ഇസ് DBMS സ്ട്രക്ചർ, ദെൻ യു വിൽ ഹാവ് ടു ഡ്രോ ദിസ് ഡയഗ്രാം. ഈ ഒരു ഡയഗ്രാമാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഓവറോൾ DBMS സ്ട്രക്ചർ. അപ്പോൾ ഇതെന്താണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ കമ്പോണൻസ് എന്ന് പറയുന്ന ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഡാറ്റാബേസിൻ്റെ കമ്പോണൻസ്, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇതിൽ പറയാൻ പോകുന്നത്. കമ്പോണൻസുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ? കമ്പോണൻസിൽ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് കമ്പോണൻസ്. ഡാറ്റ ഉണ്ട്, പിന്നെ ഹാർഡ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, പിന്നെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അങ്ങനെ 5 കമ്പോണൻസ് ആണ് പറഞ്ഞത് അല്ലേ. അതായത് ഡാറ്റ ഉണ്ടാവും, യൂസേഴ്സ് ഉണ്ടാവും, പിന്നെ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, പ്രൊസീജിയർ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കമ്പോണൻസും എന്തിൽ വരും? ഈ ഒരു ഓവറോൾ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻ ദിസ് ഡയഗ്രാം യു ക്യാൻ സീ ഓൾ ദിസ് കമ്പോണൻറ്റ്. ഇനി ഈ ഒരു ഇതിനെയാണ് നമ്മൾ ഡാറ്റാബേസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹിയർ ഏറ്റവും ടോപ്പ് ലെവലിലുള്ളത് എന്താണ്? യൂസേഴ്സ് ആണ്. യൂസർ. ഓക്കെ, അപ്പോൾ ദിസ് കാറ്റഗറി, ഈ ഒരു ടോപ്പ് കാറ്റഗറി, നേവി യൂസേഴ്സ്, ആപ്ലിക്കേഷൻ പ്രോഗ്രാം, സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ്, DBA, ഈ 4 യൂസേഴ്സ് ഉണ്ട്. ആൻഡ് ഈ യൂസേഴ്സ് എന്തിനാണ് ട്രൈ ചെയ്യുന്നത്? ദേ ആർ ട്രൈങ് ടു ആക്സസ് ദ ഡാറ്റാബേസ് ദാറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഹിയർ. ഇതാണ് ഡാറ്റാബേസ്. ഈ ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യാനാണ് ഇവിടുന്ന് യൂസർ നിന്ന് ട്രൈ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദിസ് യൂസർ ഇസ് ട്രൈയിങ്. അപ്പോൾ ഇത് ഒരു ടയറായി. ആൻഡ് ദിസ് ഇസ് അനദർ ഡാറ്റ ഡിസ്ക് സ്റ്റോറേജ് ഉള്ളത് ഇവിടെയാണ്, അല്ലെങ്കിൽ ഡാറ്റാ ബേസ് ഇവിടെയാണുള്ളത്. ഇനി ഈ യൂസേഴ്സ് എന്തിലൂടെയാണ് ഇതിനെ ആക്സസ് ചെയ്യാൻ നോക്കുന്നത്? അതാണ് ഇവിടെ രണ്ടാമത്തെ ഇതിൽ പറയുന്ന, ഈ ലൈനിൽ പറയുന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ. അതായത് സോഫ്റ്റ്വെയർ ഇതാണ്. അതായത് നേവി യൂസേഴ്സ് ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഇൻ്റർഫേസിലൂടെ ആണ് ഡാറ്റാബേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആണെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് ആണെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിലൂടെ ഇൻട്രാക്ട് ചെയ്യും. സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസുമായിട്ട് കുറച്ചൊരു ഐഡിയ ഉള്ള ആൾക്കാരെയാണ് സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് എന്ന് പറയുക. അവരെന്തിലൂടെയാണ് ആക്സസ് ചെയ്യുക? കൊറീസിലൂടെയാണ്, കൊറി ടൂൾസിലൂടെയാണ്. ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററിന് അഡ്മിനിസ്ട്രേഷൻ ടൂൾസ് ആണുള്ളത്. അപ്പോൾ ഈ ഒരു ടൂൾസൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഡാറ്റാബേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2 ലെവൽസ് പറഞ്ഞു. യൂസേഴ്സ് ഇവിടെ ഉണ്ട്, പിന്നെ ഇവിടെ ആരാളുള്ളത്? ഡാറ്റാബേസ്. ഇതാണ് ഡാറ്റാബേസ്, ഇതാണ് യൂസേഴ്സ്. ഈ യൂസേഴ്സ് ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യാൻ നോക്കുന്നത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്, സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ്. അതായത് ഇതിനൊരു എക്സാമ്പിൾ ആണ് ഈ ഒരു ഇമെയിൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇമെയിൽ ഡാറ്റാബേസ് ആക്സസ് ചെയ്യുന്നില്ലേ? അതേപോലെ തന്നെ ഇവിടെയാണ് ഈ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ നിൽക്കുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെയും അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ യൂസേഴ്സിൻ്റെയും ഡാറ്റാബേസിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ദർ ഈസ് DBMS. അപ്പോൾ ഇവിടെയാണ് DBMS ഉള്ളത്. അപ്പോൾ DBMS പ്രൊവൈഡ്സ് എ സെപ്പറേഷൻ ബിറ്റ്വീൻ ദീസ് യൂസേഴ്സ് ആൻഡ് ഡാറ്റാബേസ്. അപ്പോൾ ഇവരെ രണ്ടിൻ്റെയും ഇടയിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? DBMS ആണ്. ഓക്കെ, അപ്പോൾ യൂസേഴ്സ് ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യുന്ന സമയത്ത് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ആര് വരുന്നുണ്ട്? DBMS വരുന്നുണ്ട്. ഇനി DBMS എന്ന് പറയുന്ന സംഭവം ആക്ച്വലി ഡാറ്റാബേസ് ആൻഡ് DBMS ടുഗെദർ. അതായത് നമ്മൾ ഡാറ്റാബേസ് പഠിച്ചിട്ടുണ്ട്, DBMS പഠിച്ചിട്ടുണ്ട്. ഇത് രണ്ടിനെയും കൂടെ കളക്റ്റീവ്ലി പറയുന്ന പേരാണ് ഡാറ്റാബേസ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ഡാറ്റാബേസ് സിസ്റ്റം? ഇറ്റ് ഈസ് ദി കളക്ഷൻ ഓഫ് ഡാറ്റാബേസ് ആൻഡ് DBMS ടുഗെദർ. ഡാറ്റാബേസും DBMSും രണ്ടിനും കൂടെ പറയുന്ന പേരാണ് ഡാറ്റാബേസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റവും ഡാറ്റാബേസ് സിസ്റ്റവും രണ്ടാണ്. ഓക്കെ, സോ എ ഡാറ്റാബേസ് സിസ്റ്റം ഇസ് പാർട്ടീഷൻഡ് ഇൻറ്റു മൊഡ്യൂൾസ് ദാറ്റ് ഡീൽ വിത്ത് ഈച്ച് ഓഫ് ദിസ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഓവറോൾ സിസ്റ്റം. അതായത് ഈ ഡാറ്റാബേസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു DBMS എന്ന് പറഞ്ഞാൽ അത് മൊഡ്യൂൾസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതാണ് മൊത്തം DBMSൻ്റെ സ്ട്രക്ചർ. ഇതാണ്. അപ്പോൾ ഇതിൽ ഓരോന്നും മൊഡ്യൂൾസായി ഡിവൈഡ് ചെയ്യുന്ന യൂസേഴ്സ്, പിന്നെ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ, പിന്നെ ഒരു DBMS ആൻഡ് ഡാറ്റാബേസ്. ഇങ്ങനെ 4 മൊഡ്യൂൾസ് ആക്കിയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം.
ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹിയർ ഇവിടെയാണ് നമുക്ക് ഇവിടെയാണ് DBMS ഉള്ളത്. ഇവിടെയാണ് DBMS ഉള്ളത്. ഇതാണ് DBMS. ഓക്കെ. സോ ഈ DBMSന് രണ്ട് ഫങ്ഷണൽ കമ്പോണൻസ് ആണുള്ളത്, ക്വറി പ്രോസസ്സർ ആൻഡ് സ്റ്റോറേജ് മാനേജർ. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം യൂസേഴ്സ് സോഫ്റ്റ്വെയർ ഓർ ആപ്ലിക്കേഷൻ DBMS ഡാറ്റാബേസ്. അപ്പോൾ യൂസേഴ്സ് അവരുടേതായ ആപ്ലിക്കേഷനിലൂടെ ഡാറ്റാബേസിന് ആക്സസ് ചെയ്യാൻ നോക്കുന്നു. അതിൻ്റെ ഇടയിൽ ആര് നിൽക്കുന്നു? DBMS. ഇനി DBMS എന്ന് പറയുന്ന കമ്പോണൻറ്റിന് അല്ലെങ്കിൽ മൊഡ്യൂളിന് രണ്ട് കമ്പോണൻസ് ആണ് മെയിൻലി ഉള്ളത്, ക്വറി പ്രോസസ്സർ ആൻഡ് സ്റ്റോറേജ് മാനേജർ. Okay, but DBMS contains two components. They are query processor and storage manager. അപ്പോൾ ക്വറി പ്രോസസ്സർ അല്ലെങ്കിൽ ആദ്യം ഞാൻ സ്റ്റോറേജ് മാനേജറിനെ പറ്റി പറയാം. സ്റ്റോറേജ് മാനേജർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യുന്നിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ സ്റ്റോറേജിനെ മാനേജ് ചെയ്യുന്നത് ആരാണ്? സ്റ്റോറേജ് മാനേജറാണ്. അതേപോലെ തന്നെ ക്വറി പ്രോസസ്സർ എന്തായിരിക്കും? യൂസർ അവരുടെ ക്വറിയാണ് ഇങ്ങോട്ടേക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വറീനെ പ്രോസസ്സ് ചെയ്യലാണ് ആരെ ടാസ്ക്? ക്വറി പ്രോസസ്സറിൻ്റെ ടാസ്ക്. ഓക്കെ. അപ്പോൾ ഇവിടെ ക്വറി പ്രോസസ്സർ എന്ന് പറയാൻ കാരണം എന്താ? ആപ്ലിക്കേഷൻ ഇൻ്റർഫേസ് ആണ്. ഇവിടെ ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് ആണെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിലൂടെയാണ്, സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് ആണ് ക്വറി ടൂൾസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ടൂൾസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ജനറലി നമ്മൾ പറയുന്നതാണ് ക്വറി എന്ന്. കാരണം ക്വറി എന്ന് പറയുന്നത് ക്വറി ഉപയോഗിച്ചിട്ടാണ് പൊതുവേ നമ്മൾ ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യുക. അപ്പോൾ എന്താണ് ക്വറി എന്ന് പറഞ്ഞാൽ, നമ്മളൊരു C++ൽ ഒരു പ്രോഗ്രാം ചെയ്യുന്നില്ലേ, അതിന് നമ്മൾ കോഡ് എന്നൊക്കെ പറയും, സോഴ്സ് കോഡ് എന്ന് പറയും. അതേപോലെ ഒരു ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യുന്ന ഒരു കോഡിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്വറി എന്ന് പറയാം. അപ്പോൾ ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യുന്ന കോഡിനെ നമ്മൾ ജനറലി പറയുന്ന ഒരു പേരാണ് ക്വറി. അപ്പോൾ ആ ഒരു ക്വറീനെ പ്രോസസ്സ് ചെയ്യലാണ് ക്വറി പ്രോസസ്സറിൻ്റെ ടാസ്ക്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് എന്താണ് ക്വറി പ്രോസസ്സർ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ക്വറി പ്രോസസ്സർ ചെയ്യേണ്ടത് എന്താണ്? Query processor will have to process the query. Query processor എന്ത് ചെയ്യണം? ക്വറീനെ പ്രോസസ്സ് ചെയ്യണം. സ്റ്റോറേജ് മാനേജർ എന്ത് ചെയ്യണം? ഈ സ്റ്റോറേജിനെ മാനേജ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഈ ക്വറി പ്രോസസ്സറിനും സ്റ്റോറേജ് മാനേജറിനും വീണ്ടും കമ്പോണൻസ് ഉണ്ട്. ദേ ആർ ബഫർ മാനേജർ. ഈ സ്റ്റോറേജ് മാനേജറിൻ്റെ കമ്പോണൻസ് ആണ് ബഫർ മാനേജർ, ഫയൽ മാനേജർ, ഓതറൈസേഷൻ ആൻഡ് ഇൻറ്റഗ്രിറ്റി മാനേജർ, ട്രാൻസാക്ഷൻ മാനേജർ. ഓക്കെ. അപ്പോൾ ഞാൻ ഓരോന്നിൻ്റെ ഫങ്ഷൻസ് പറയാം. ഓതറൈസേഷൻ ആൻഡ് ഇൻറ്റഗ്രിറ്റി മാനേജർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ ഓതറൈസേഷൻ മാനേജ് ചെയ്യുക. എന്താണെന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ഓർമ്മ ഉണ്ടല്ലോ. ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് പറഞ്ഞാൽ എന്താ? ഡാറ്റൻ്റെ മേലെ നമ്മൾ കൊടുക്കുന്ന ചില റെസ്ട്രിക്ഷൻസ്, അതൊക്കെ ഡാറ്റ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ആരാണ്? ഓതറൈസേഷൻ ആൻഡ് ഇൻറ്റഗ്രിറ്റി മാനേജറാണ്. ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ ഇപ്പം മൊബൈൽ നമ്പർ 10 ഡിജിറ്റ്സ് വേണം, ഒരാളുടെ പേര് ഇന്ന ഫോർമാറ്റിലായിരിക്കണം, അതൊക്കെ ഡിസൈഡ് ചെയ്യേണ്ടത്, അതൊക്കെ ചെക്ക് ചെയ്യേണ്ടത് ആരാണ്? സ്റ്റോറേജ് മാനേജറാണ്. സ്റ്റോറേജ് മാനേജറിൻ്റെ ഉള്ളിലുള്ള ഏത് കമ്പോണൻ്റ് ആണ്? ഓതറൈസേഷൻ ആൻഡ് ഇൻറ്റഗ്രിറ്റി മാനേജറാണ്. ഓക്കെ. ട്രാൻസാക്ഷൻ മാനേജർ. എന്താണ് ട്രാൻസാക്ഷൻ മാനേജറിൻ്റെ ഫംഗ്ഷൻ? ട്രാൻസാക്ഷൻ മാനേജർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഡാറ്റ ബിഫോർ ആൻഡ് ആഫ്റ്റർ ട്രാൻസാക്ഷൻ കൺസിസ്റ്റൻ്റ് ആണ് എന്ന് ചെക്ക് ചെയ്യലാണ് ആരെ ഫംഗ്ഷൻ? ട്രാൻസാക്ഷൻ മാനേജറിൻ്റെ ഫംഗ്ഷൻ. അതായത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ ട്രാൻസാക്ഷൻ ഡാറ്റ ഈസ് കൺസിസ്റ്റൻ്റ് ആണ് എന്നുള്ളത് ചെക്ക് ചെയ്യലാണ് പണി. ഓക്കെ. മാത്രമല്ല ഒരു കൺകറൻ്റ് ആയിട്ട് ഒരുപാട് ആളുകൾ ആക്സസ് ചെയ്യുന്ന സമയത്ത് ഫെയിലിയർ ഇല്ലാതെ അല്ലെങ്കിൽ കൊളീഷൻ ഇല്ലാതെ ആളുകൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം. അത് രണ്ടുമാണ് ട്രാൻസാക്ഷൻ മാനേജറിൻ്റെ ഫംഗ്ഷൻ. ഞാൻ നോട്ടായിട്ട് ഒന്നും കൂടെ കാണിച്ചു തരും. അടുത്തതാണ് ബഫർ മാനേജർ. വാട്ട് ഇസ് ബഫർ മാനേജർ? ബഫർ മാനേജർ എന്ന് പറയുന്നത് ഈ ഒരു സെക്കൻഡറി സ്റ്റോറേജ് ആണല്ലോ. ഇത് സെക്കൻഡറി സ്റ്റോറേജ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡറി മെമ്മറിയാണ്. അപ്പോൾ ഈ സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് ചില ഡാറ്റനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുക? പ്രൈമറി മെമ്മറി ഓർ മെയിൻ മെമ്മറിയിലേക്ക് കൺവേർട്ട് ചെയ്യലാണ് ആരുടെ പണി? ബഫർ മാനേജർ. അപ്പോൾ in this buffer manager does what? Select some data from this secondary storage and that will convert it to main memory. Main മെമ്മറിയിലേക്ക് സെക്കൻഡറി സ്റ്റോറേജിൽ നിന്ന് ഡാറ്റയെ കൺവേർട്ട് ചെയ്യലാണ് ഈ ഒരു ബഫർ മാനേജറിൻ്റെ ടാസ്ക്. ഓക്കെ. ആൻഡ് എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതിൽ ഏത് ഡാറ്റയെ ക്യാഷ് മെമ്മറിയിൽ കീപ്പ് ചെയ്യണം എന്നുള്ളത് കൂടെയാണ് ആര് നോക്കുന്നത്? ബഫർ മാനേജർ നോക്കുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ഇസ് ഫയൽ മാനേജർ. ഫയൽ മാനേജർ ചെയ്യുന്ന എന്താണ്? ഫയൽ മാനേജർ എന്ന് പറഞ്ഞാൽ ഇതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ അല്ലെങ്കിൽ അതിനെ ഫയൽ അലോക്കേഷൻ, ഫയലൊക്കെ കൺട്രോൾ ചെയ്യലാണ് ആര് ചെയ്യുന്നത്? ഫയൽ മാനേജർ ചെയ്യുന്നത്.
ഓക്കെ, ഞാൻ ഒന്നും കൂടെ ക്ലിയർ ആക്കാം. അതായത് DBMS എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 4 കമ്പോണൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. യൂസർ, സോഫ്റ്റ്വെയർ, DBMS, ഡാറ്റാബേസ്. അല്ല, യൂസർ ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യാൻ എന്താണ് യൂസ് ചെയ്യുന്നത്? ആപ്ലിക്കേഷൻ ആണ്. ജിമെയിൽ പോലെയുള്ള ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ യൂസർ ഏതാണ്, നെയ്വ് ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഇന്റർഫേസ് ആയിരിക്കും. ആ യൂസറിന്റെ ലെവൽ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക? ഡാറ്റ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിലൂടെ ഡാറ്റാബേസ് ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ലെയർ ആണ് DBMS. അപ്പോൾ ഈ DBMS എന്ന് പറയുന്ന കമ്പോണൻറ്റിന് 2 സബ് കമ്പോണൻസ് ഉണ്ട്. അതാണ് ക്വറി പ്രോസസ്സറും പിന്നെ സ്റ്റോറേജ് മാനേജറും. അപ്പോൾ സ്റ്റോറേജ് മാനേജർ സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും, ക്വറി പ്രോസസ്സർ എന്താ ചെയ്യുക? ഇവിടെ നിന്നുള്ള ക്വറീസിനെ എന്ത് ചെയ്യുക? കൺവേർട്ട് ചെയ്യുക. അതായത് ഇതിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റിലേക്ക് ക്വറീനെ കൺവേർട്ട് ചെയ്യലാണ് ക്വറി പ്രോസസ്സറിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ക്വറി എന്ന് പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞു. ക്വറി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വറി എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ കോഡിനെയാണ് നമ്മൾ ക്വറി എന്ന് പറയുന്നത്. ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യുക, അല്ലെങ്കിൽ ഡാറ്റാബേസിന് ഒരു വാല്യൂ റിട്രീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കോഡ് ഉണ്ടല്ലോ, ആ കോഡിനെയാണ് ക്വറി എന്ന് പറയുന്നത്. ഓക്കെ, സോ DBMSന്റെ 2 കമ്പോണൻസ് ആണ് സ്റ്റോറേജ് മാനേജർ, ക്വറി പ്രോസസ്സർ. ആൻഡ് ഈ സ്റ്റോറേജ് മാനേജർ എന്താണ്? ഈ സ്റ്റോറേജ് മാനേജർ എന്ന് പറയുന്ന ഇവിടെയുള്ള ഈ സ്റ്റോറേജ് മാനേജർ എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, സോ it is a program module that provides the interface between low level data stored in the database and application programs. അപ്പോൾ മേലെയുള്ള ആപ്ലിക്കേഷൻ പ്രോഗ്രാമും താഴെയുള്ള ഡാറ്റാബേസും അതിൻ്റെ ഇടയിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണെന്ത്? സ്റ്റോറേജ് മാനേജർ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇൻട്രാക്ഷൻ വിത്ത് ഫയൽ മാനേജർ. അപ്പോൾ ഫയൽ മാനേജറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ റെസ്പോൺസിബിൾ ആണ് ഈ സ്റ്റോറേജ് മാനേജർ. അതായത് ഇവിടെ ഒരു ഫയൽ മാനേജർ ഉണ്ടല്ലോ, ഇതുമായിട്ടുള്ള ഇൻട്രാക്ഷൻ നോക്കേണ്ടത് ആരാണ്? സ്റ്റോറേജ് മാനേജറാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് കൺവേർട്സ് DML സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ടു ലോ ലെവൽ സിസ്റ്റം കമാൻഡ്സ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, DML സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടുന്ന് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെ, DML ഉണ്ടാവും, DDL ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ആ സ്റ്റേറ്റ്മെൻറ്റ്സിനെ എന്താക്കി കൺവേർട്ട് ചെയ്യുക? ലോ ലെവൽ സിസ്റ്റം കമാൻഡ്സ് ആക്കി കൺവേർട്ട് ചെയ്യുക. ലോ ലെവൽ എന്തുകൊണ്ടാണ് ലോ ലെവൽ? ബിക്കോസ് ഇതെന്താണ്? സെക്കൻഡറി മെമ്മറിയാണ് അല്ലേ? ഇത് സെക്കൻഡറി മെമ്മറിയാണ്. ഇതൊരു കമ്പ്യൂട്ടറിൻ്റെ സെക്കൻഡറി മെമ്മറിയാണ്. കമ്പ്യൂട്ടറിൻ്റെ സെക്കൻഡറി മെമ്മറിക്ക് എന്ത് മാത്രമേ ബൈനറി അല്ലെങ്കിൽ ലോ ലെവൽ ഡാറ്റ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നിന്നുള്ള DML ക്വറീസിനെ അല്ലെങ്കിൽ DDL ക്വറീസിനെ എന്താക്കി കൺവേർട്ട് ചെയ്യുക? ലോ ലെവൽ ഡാറ്റയാക്കി കൺവേർട്ട് ചെയ്യലാണ് ആര് ചെയ്യേണ്ടത്? സ്റ്റോറേജ് മാനേജർ ചെയ്യേണ്ടത്. ഓക്കെ, സ്റ്റോറേജ് മാനേജർ കൺവേർട്സ് DML സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ടു ലോ ലെവൽ സിസ്റ്റം കമാൻഡ്സ്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, എന്താണ് DML എന്ന് പറഞ്ഞാൽ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ആണ്. അടുത്ത സെക്ഷനിൽ ക്ലിയർ ആയിട്ട് പഠിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഡീപ്പായിട്ട് പോകാത്തത്. ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. അപ്പോൾ എന്താണ് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്? അതായത് നമ്മളെ ഡാറ്റാബേസിൽ ഡാറ്റ ഉണ്ടല്ലോ, ആ ഡാറ്റനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണെന്ത്? ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. അപ്പോൾ ഈ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജസിലൂടെയാണ് എന്ത് വരിക? ഇവിടെ നമുക്ക് ക്വറി വരിക. അതായത് ഈ ക്വറി ഉണ്ടല്ലോ, ഈ ക്വറി DML ലാംഗ്വേജിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ DDL ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഡാറ്റയെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെയൊക്കെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുക? ലോ ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യലാണ് ഈ ഒരു സ്റ്റോറേജ് മാനേജറിൻ്റെ ഫംഗ്ഷൻ. സ്റ്റോറേജ് മാനേജർ കൺവേർട്സ് DML സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ടു ലോ ലെവൽ ഫയൽ സിസ്റ്റം commands. Okay, thus it is responsible for storing, retrieving, updating data in the database. അപ്പോൾ സ്റ്റോറേജ് മാനേജറിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഡാറ്റാബേസിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുക, അതിനെ റിട്രീവ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് സ്റ്റോറേജ് മാനേജറിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റോറേജ് മാനേജർ കമ്പോണൻസ്. ഞാൻ പറഞ്ഞു 4 കമ്പോണൻസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ഓതറൈസേഷൻ ആൻഡ് ഇൻറ്റഗ്രിറ്റി മാനേജർ. അപ്പോൾ ഓതറൈസേഷൻ ആൻഡ് ഇൻറ്റഗ്രിറ്റി മാനേജർ എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ഫോർ ദ സാറ്റിസ്ഫിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ്. അതായത് ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ആൻഡ് ചെക്സ് ഫോർ അതോറിറ്റി ഓഫ് യൂസേഴ്സ് ടു ആക്സസ് ഡാറ്റ. അതായത് യൂസേഴ്സിന് ആ ഡാറ്റ ആക്സസ് ചെയ്യാൻ പെർമിഷൻ ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക. അതാണ് ഓതറൈസേഷൻ ആൻഡ് ഇൻറ്റഗ്രിറ്റി മാനേജറിൻ്റെ ഫംഗ്ഷൻ. അടുത്താണ് ട്രാൻസാക്ഷൻ മാനേജർ. അപ്പോൾ ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ഡാറ്റാബേസ് റിമെയിൻസ് കൺസിസ്റ്റൻറ്റ് ഡെസ്പൈറ്റ് സിസ്റ്റം ഫെയിലിയേഴ്സ്. അതായത് ബിഫോർ ട്രാൻസാക്ഷനും ആഫ്റ്റർ ട്രാൻസാക്ഷനും സിസ്റ്റം ഫെയിലിയർ ഉണ്ടായാലും ഡാറ്റ എന്തായിരിക്കണം? കൺസിസ്റ്റൻ്റ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തലാണ് ട്രാൻസാക്ഷൻ മാനേജർ ചെയ്യേണ്ടത്.
Okay, concurrent transaction execute without conflicting. മാത്രമല്ല concurrent transactions കോൺഫ്ലിക്റ്റ് ഇല്ലാതെ എക്സിക്യൂഷൻ ചെയ്യുന്നു എന്നുള്ളത് കൂടെ ട്രാൻസാക്ഷൻ മാനേജർ ഉറപ്പുവരുത്തണം. ഓക്കെ, so next component of the storage manager ആണ് file manager. File manager എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? Simply manages the allocation of space on secondary storage. അല്ലെങ്കിൽ ഡിസ്ക് സ്റ്റോറേജിലുള്ള ഇവിടെ ഈ ഡിസ്ക് സ്റ്റോറേജിലുള്ള allocation of എന്താ പറയുക, allocation of space. ഇവിടെ സ്പേസ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? ഫയൽ മാനേജർ ആണ്. സോ അത് മാത്രമല്ല, ഫയൽ മാനേജറിന് വേറൊരു ഫംഗ്ഷൻ കൂടിയുള്ളത് എന്താണ്? ഡാറ്റ സ്ട്രക്ചേഴ്സ് യൂസ് ടു റെപ്രസെൻറ്റ് ഇൻഫർമേഷൻ. അപ്പോൾ ഏത് ഡാറ്റ സ്ട്രക്ചർ ഉപയോഗിക്കണം എന്നുള്ളതും മാനേജ് ചെയ്യേണ്ടത് ആരാണ്? ഈ ഒരു ഫയൽ മാനേജറാണ്. അതായത് നമ്മൾ ഡാറ്റാ ബേസിൽ റോൾ നമ്പർ എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഉണ്ടെങ്കിൽ ഈ റോൾ നമ്പർ ഇൻറ്റീജർ ആയിരിക്കണോ അല്ലെങ്കിൽ റോൾ നമ്പർ വേറെ ഏതെങ്കിലും ടൈപ്പ് ആയിരിക്കണോ, അതൊക്കെ ഡിസൈഡ് ചെയ്യേണ്ടത് ആരാണ്? ഫയൽ മാനേജറാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇറ്റ് ഡിസൈഡ്സ് ദ ഡാറ്റ സ്ട്രക്ചേഴ്സ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ഇൻഫർമേഷൻ സ്റ്റോർഡ് ഓൺ ദ ഡിസ്ക്. അത് നമ്മൾ ഡിസ്കിൽ സ്റ്റോർ ചെയ്യുന്ന ഇൻഫർമേഷനിൽ യൂസ് ചെയ്യേണ്ട ഡാറ്റ സ്ട്രക്ചർ ഏതാണ് എന്ന് ഡിസൈഡ് ചെയ്യേണ്ടത് ആരാണ്? ഡിസൈഡ് ചെയ്യേണ്ടത് ഫയൽ മാനേജറാണ്. സോ ഫയൽ മാനേജറിൻ്റെ രണ്ട് കമ്പോണൻസ് ആണ്: അലോക്കേഷൻ ഓഫ് സ്പേസ് ഓൺ ഡിസ്ക് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ സ്ട്രക്ചേഴ്സ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ഇൻഫർമേഷൻ ഓൺ ദ ഡിസ്ക്. So storage manager implements several data structures of the physical system implementation. അതായത് സ്റ്റോറേജ് മാനേജർ ഡിഫറെൻറ്റ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഏത് ഡാറ്റ സ്ട്രക്ചർ ആണെന്ന് നോക്കിയിട്ടാണ് സ്റ്റോറേജ് മാനേജർ ചെയ്യേണ്ടത്. ആ 3 ഡാറ്റ സ്ട്രക്ചറാണ് ഡാറ്റ ഫയൽസ്, ഡാറ്റ ഡിക്ഷണറി ആൻഡ് ഇൻഡിസസ്. അതായത് ഡാറ്റ ഫയൽസ് എന്ന് പറയുന്നത് സ്റ്റോർസ് ഡാറ്റാബേസ് ഇറ്റ്സെൽഫ്, ഡാറ്റാബേസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഡാറ്റ ഡിക്ഷണറി സ്റ്റോർസ് മെറ്റാ ഡാറ്റ. ഡാറ്റ ഡിക്ഷണറി എന്ന് പറയുന്നത് മെറ്റാ ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത്. എന്താണ് മെറ്റാ ഡാറ്റ എന്ന് പറഞ്ഞാൽ? ഡാറ്റ അബൌട്ട് സ്ട്രക്ചർ ഓഫ് ദ ഡാറ്റാബേസ്. അത് ഡാറ്റാബേസിൻ്റെ സ്ട്രക്ചർ എന്താണ് അതിനെ പറ്റിയിട്ടുള്ള ഡാറ്റയാണെന്ത്? ഡാറ്റ ഡിക്ഷണറി. ഓക്കെ, അതിനാണ് മെറ്റാ ഡാറ്റ എന്ന് പറയുക. ഓക്കെ, അതാണ് ഡാറ്റ ഡിക്ഷണറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇൻഡിസസ് എന്ന് പറഞ്ഞാൽ ഇൻഡെക്സിൻ്റെ ഇതാണ്, പ്ലൂറലാണ്, അല്ലെങ്കിൽ പ്ലൂറൽ ഫോമാണ്. അപ്പോൾ ഇൻഡിസസ് എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ് ഫാസ്റ്റ് ആക്സസ് ടു ഡാറ്റ ഐറ്റംസ്. അതായത് ഡാറ്റ ഐറ്റംസിന് ഫാസ്റ്റായിട്ട് ഡാറ്റ ഐറ്റംസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഇൻഡിസസ്. ഓക്കെ, അതൊന്നും കൂടെ ഞാൻ ആ ഫിഗറിലേക്ക് പോകുമ്പോൾ ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ ഇതാണ് സംഭവം. ഇവിടെ 4 കമ്പോണൻസ് ഉണ്ട്. ട്രാൻസാക്ഷൻ മാനേജർ, സ്റ്റോറേജ് മാനേജറിന് 4 കമ്പോണൻസ്: അതോറിസേഷൻ ആൻഡ് ഇൻറ്റഗ്രിറ്റി മാനേജർ, ഫയൽ മാനേജർ, ബഫർ മാനേജർ. ഓക്കെ, അപ്പോൾ ഈ ഫയൽ മാനേജർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഡാറ്റ എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം, ഇതിലുള്ള സ്പേസ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുക. മാത്രമല്ല ഇതിൻ്റെ ഡാറ്റ സ്ട്രക്ചർ ഏതാണെന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് ഡാറ്റ ഇൻഡെക്സ്, ഡാറ്റ ഡിക്ഷണറി, ഇങ്ങനെ ഡിഫറെൻറ്റ് ഡാറ്റ സ്ട്രക്ചേഴ്സൊക്കെ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് കൊറി പ്രോസസ്സറിനെ പറ്റിയിട്ടാണ്. കൊറി പ്രോസസ്സർ. സോ കൊറി പ്രോസസ്സർ എന്ന് പറയുന്നത് എന്താണ് കൊറി പ്രോസസ്സറിൻ്റെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു. എന്താണ് കൊറി പ്രോസസ്സറിൻ്റെ ഫംഗ്ഷൻ? എന്താണ് കൊറി പ്രോസസ്സറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? കൊറി പ്രോസസ്സർ എന്ത് ചെയ്യും? ഇവിടുന്ന് വരുന്ന കൊറീനെ എന്ത് ചെയ്യുക? ലോ ലെവൽ ഡാറ്റയാക്കിയിട്ട് കൺവേർട്ട് ചെയ്യലാണ് കൊറി പ്രോസസ്സർ ചെയ്യേണ്ടത്. ഓക്കെ, ലോ ലെവൽ ഡാറ്റ. സോ കൊറി പ്രോസസ്സർ ഇസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ഡാറ്റാബേസ് സിസ്റ്റം സിംപ്ലിഫൈ ആക്സസ് ടു ഡാറ്റ. ഓക്കെ, ഡാറ്റാബേസ് സിസ്റ്റത്തിന് ഡാറ്റ ആക്സസ് സിംപ്ലിഫൈ ചെയ്യാനാണ് ഇത് കൊറി പ്രോസസ്സറിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, ആൻഡ് ഇറ്റ്സ് കമ്പോണൻസ് ആർ DDL ഇൻ്റർപ്രറ്റർ, DML കമ്പൈലർ, കൊറി ഇവാലുവേഷൻ എഞ്ചിൻ. ഇങ്ങനെ 3 കമ്പോണൻസ് ആണ് കൊറി പ്രോസസ്സറിനുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഈ കൊറി പ്രോസസ്സറിന് ഉള്ള കമ്പോണൻസ് ആണ് DML കൊറി, DDL ഇൻ്റർപ്രറ്റർ ആൻഡ് കൊറി ഇവാലുവേഷൻ എഞ്ചിൻ. ഓക്കെ, ബാക്കിയൊക്കെ അതിൻ്റെ കണക്റ്റഡ് പാർട്സ് ആണ്. അപ്പോൾ ഇത് 3 ആണ് മെയിനായിട്ട് ഇവിടെ വരുന്ന കമ്പോണൻസ്: DML കൊറീസ്, DDL ഇൻ്റർപ്രറ്റർ ആൻഡ് കൊറി ഇവാലുവേഷൻ എഞ്ചിൻ. സോ വാട്ട് ഇസ് DDL ഇൻ്റർപ്രറ്റർ? DDL എന്താണെന്നുള്ളത് മനസ്സിലായില്ലെങ്കിലും അടുത്ത വീഡിയോയിൽ യു വിൽ ബി ക്ലിയർ അബൌട്ട് വാട്ട് ഇസ് DDL interpreter. So interprets the DDL statements and records the definition of the data dictionary.
interprets the DDL statements. അപ്പോൾ DDL interpreter എന്ന് പറഞ്ഞാൽ DDL എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ആണ് DDL. അപ്പോൾ ഈ ഡെഫിനിഷൻ ലാംഗ്വേജിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് DDL സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുക. അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ ഡാറ്റയെ എവിടെ സ്റ്റോർ ചെയ്യുക, ഡാറ്റ ഡിക്ഷണറിയിൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇതൊരു കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്താണെന്നുള്ള ഇതിനെ നോട്ട് എഴുതിയെടുത്തിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, DDL ഇൻ്റർപ്രറ്റർ അടുത്ത സെക്ഷനിലാണ് എന്താ DDL പറയുന്നത്. അപ്പോൾ ഇൻ്റർപ്രറ്റ്സ് ദ DDL സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് റെക്കോർഡ്സ് ദ ഡെഫിനിഷൻസ് ഇൻ ഡാറ്റ ഡിക്ഷണറി. അപ്പോൾ DDL ഇൻ്റർപ്രറ്റർ ചെയ്യുന്നത് DDLലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക, ലോ ലെവൽ കോഡിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക, എന്നിട്ട് അതിനെ എവിടെയാണ് സ്റ്റോർ ചെയ്യുക, ഡാറ്റ ഡിക്ഷണറിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അടുത്ത കമ്പോണൻ്റ് ആണ് DML കമ്പൈലർ. എന്തായിരിക്കും DML കമ്പൈലർ? ട്രാൻസ്ലേറ്റ്സ് DML സ്റ്റേറ്റ്മെൻറ്റ്സ്. DDL ഇൻ്റർപ്രറ്ററിന് പകരം ഇവിടെ DML സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. DML സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ എ കൊറി ലാംഗ്വേജ്. അത് ഒരു കൊറി ലാംഗ്വേജിലുള്ള DML സ്റ്റേറ്റ്മെൻറ്റ്സിനെ ഇൻറ്റു ലോ ലെവൽ ഇൻസ്ട്രക്ഷൻസിലേക്ക് കൺവേർട്ട് ചെയ്യുക. ദാറ്റ് ദ കൊറി ഇവാലുവേഷൻ എഞ്ചിൻ അണ്ടർസ്റ്റാൻഡ്സ്. അത് എന്താണ് കൊറി ഇവാലുവേഷൻ എഞ്ചിൻ പറയാം. അതിൻ്റെ മുന്നേ DML കമ്പൈലർ ചെയ്യുന്ന എന്താണ്, ട്രാൻസ്ലേറ്റ്സ് ദ DML statements in a query language into low level instructions. അപ്പോൾ DDL കമ്പൈലർ DDL സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കൺവേർട്ട് ചെയ്യുന്നത്. DML കമ്പൈലർ കൺവേർട്ട് ചെയ്യുന്നത് എന്താണ് ട്രാൻസ്ലേറ്റ്സ് ദ DML സ്റ്റേറ്റ്മെൻറ്റ്സ് into a query language in a query language into low level instructions that the query evaluation engine. അപ്പോൾ ഈ query evaluation engine മനസ്സിലാവുന്ന രീതിയിൽ DML സ്റ്റേറ്റ്മെൻറ്റ്സിനെ ലോ ലെവൽ ഇൻസ്ട്രക്ഷൻസിലേക്ക് കൺവേർട്ട് ചെയ്യലാണ് ആരെ ഫംഗ്ഷൻ, DML കമ്പൈലറിൻ്റെ ഫംഗ്ഷൻ. ഒന്നും കൂടെ പറയാം. കൊറി ഇവാലുവേഷൻ എൻജിൻ എന്ന് പറയുന്ന ഒരു എൻജിൻ ഉണ്ട്. ഈ എൻജിന് മനസ്സിലാവുന്ന രീതിയിൽ DML സ്റ്റേറ്റ്മെൻറ്റ്സിനെ ലോ ലെവൽ ഇൻസ്ട്രക്ഷൻസിലേക്ക് കൺവേർട്ട് ചെയ്യലാണ് കൊറി DML കമ്പൈലർ ചെയ്യേണ്ടത്. ഓക്കെ, സോ വാട്ട് ഈസ് കൊറി ഇവാലുവേഷൻ എൻജിൻ? അത് അടുത്ത സെക്ഷനിൽ അടുത്ത സ്ലൈഡിൽ പറയാം. ഇറ്റ് ക്രിയേറ്റ്സ് എൻ ഇവാലുവേഷൻ പ്ലാൻ. അപ്പോൾ ഈ DML കമ്പൈലർ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നുള്ള ഒരു ഇവാലുവേഷൻ പ്ലാൻ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ ഇവാലുവേഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കുറച്ച് ലോ ലെവൽ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് എങ്ങനെ ഈ ഒരു കൊറീനെ അല്ലെങ്കിൽ DML സ്റ്റേറ്റ്മെൻറ്റ്സിനെ എക്സിക്യൂട്ട് ചെയ്യാന്നുള്ള ഒരു പ്ലാൻ, അതിനെയാണ് ഇവാലുവേഷൻ പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, so translates DML compiler translates what DML statements in a query language into low level instructions that the query evaluation engine understands. It creates an evaluation plan. അപ്പോൾ ഇവിടെ ഇവാലുവേഷൻ പ്ലാനിൽ എന്താണ്, ഇവാലുവേഷൻ പ്ലാൻ ബൈ യൂസിങ് ദിസ് ലോ ലെവൽ സ്റ്റേറ്റ്മെൻറ്റ്. ഈ ലോ ലെവൽ ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് ഒരു ഇവാലുവേഷൻ പ്ലാൻ ഉണ്ടാക്കുക. എന്നിട്ട് ആ ഇവാലുവേഷൻ പ്ലാൻ ആർക്ക് മനസ്സിലാവണം, കൊറി ഇവാലുവേഷൻ എൻജിൻ മനസ്സിലാവണം. കൊറി ഇവാലുവേഷൻ എൻജിനാണ് ഈ ഒരു കൊറീനെ പ്രോസസ്സ് ചെയ്യുക. ഓക്കെ, ഇറ്റ് ഓൾസോ സെലക്ട്സ് ദ ബെസ്റ്റ് ഇവാലുവേഷൻ പ്ലാൻ. അതായത് ഏറ്റവും നല്ല ഇവാലുവേഷൻ പ്ലാൻ, അതായത് ഏറ്റവും ഒപ്റ്റിമൽ ആയിട്ടുള്ള ലോ ലെവൽ കോഡ് സെലക്ട് ചെയ്യുക. ഒപ്റ്റിമൽ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് ഏറ്റവും നല്ല, ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള, ഏറ്റവും കുറഞ്ഞ മെമ്മറി യൂസ് ചെയ്യുന്ന, ഏറ്റവും കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സിങ് കേപ്പബിലിറ്റി ഏറ്റവും കുറവ് യൂസ് ചെയ്യുന്ന ഇതിനെയാണ് പറയുക, ഏറ്റവും കുറവ് സെറ്റ് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ്, ലോ ലെവൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാക്കണം എന്നാണ് ഈ സെലക്ട്സ് ദ ബെസ്റ്റ് ഇവാലുവേഷൻ പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കൊറി ഇവാലുവേഷൻ എൻജിൻ അടുത്ത കമ്പോണൻ്റ് ആണ് എക്സിക്യൂട്ട്സ് ലോ ലെവൽ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ കൊറി ഇവാലുവേഷൻ എൻജിനാണ് ലോ ലെവൽ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ജനറേറ്റഡ് ബൈ ദ DML കമ്പൈലർ. ഈ DML കമ്പൈലർ ജനറേറ്റ് ചെയ്ത ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂഷൻ ചെയ്യുന്നത് ആരാണ്, കൊറി ഇവാലുവേഷൻ എൻജിനാണ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞത് DBMSൻ്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ്. DBMSൻ്റെ സ്ട്രക്ചറിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതാണ് പറയേണ്ടത്, ഈ ഒരു സംഭവമാണ് പറയേണ്ടത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് 4 കമ്പോണൻസിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. യൂസേഴ്സ് ഉണ്ട്, ദേ ആർ ട്രൈങ് ടു ആക്സസ് ദ ഡാറ്റാബേസ്. ഇനി അതിൽ എങ്ങനെ ആക്സസ് ചെയ്യുന്നു അതാണ് ഇവിടെ ഉള്ളത്, അപ്ലിക്കേഷൻ പ്രോഗ്രാംസ്. ഓക്കെ, സോ ഇവിടെ ഉള്ളത് നമ്മൾ എന്താണ്, അപ്ലിക്കേഷൻ പ്രോഗ്രാംസിലൂടെയാണ് യൂസർ ആക്സസ് ചെയ്യുക അല്ലേ. നമ്മളൊരു ഫേസ്ബുക്ക് ആക്സസ് ചെയ്യുന്നത് ഫേസ്ബുക്കിൻ്റെ ആ ഒരു ആപ്പിലൂടെയാണ്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെയാണ് വരുന്നത്. അപ്പം ഫേസ്ബുക്കിൻ്റെ ഡാറ്റാബേസ് ഇവിടെയാണുള്ളത്, നമ്മൾ യൂസർ എവിടെയാണുള്ളത്, ഇവിടെയാണുള്ളത്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരാളുണ്ട്, ആ ആളാണെന്ത്, DBMS. അപ്പോൾ ഈ DBMS എന്ന് പറയുന്ന സംഭവത്തിൽ 2 കമ്പോണൻസ് ആണുള്ളത്, സ്റ്റോറേജ് മാനേജർ, കൊറി പ്രോസസ്സർ. സ്റ്റോറേജ് മാനേജറിലേക്ക് 4 കമ്പോണൻസ് ആണുള്ളത്, ഓതറൈസേഷൻ ആൻഡ് ഇൻറ്റഗ്രിറ്റി മാനേജർ, ട്രാൻസാക്ഷൻ മാനേജർ,
ഫയൽ മാനേജർ ആണ് ഈ ഇതിലുള്ള ഫയൽസിനെ മാനേജ് ചെയ്യുന്നതും പിന്നെ ഇതിലുള്ള ഡാറ്റ സ്ട്രക്ചർ ഏതാണെന്ന് ഡിസൈഡ് ചെയ്യുന്നതും. ബഫർ മാനേജർ എന്താ ചെയ്യുക? ബഫർ മാനേജർ ഇതിൽ നിന്നുള്ള കുറച്ച് ഡാറ്റയെ എന്ത് ചെയ്യും? മെയിൻ മെമ്മറിയിലേക്ക് എടുക്കും. പിന്നെ ഇതിൽ നിന്ന് ഏത് ഡാറ്റനെ ക്യാഷ് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? ബഫർ മാനേജർ ആണ്. ഓക്കെ. അടുത്തതാണ് ക്വറി പ്രോസസ്സർ. ക്വറി പ്രോസസ്സറിന് 3 കമ്പോണൻസ് ആണ്. DDL ഇന്റർപ്രറ്റർ. എന്താ DDL ഇന്റർപ്രറ്റർ ചെയ്യുക? DDL കമാൻഡ്സിനെ ലോ ലെവൽ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. DML ക്വറീസ് എന്ത് ചെയ്യുക? DML കമാൻഡ്സിനെ ലോ ലെവൽ ക്വറിയിലേക്ക് കൺവേർട്ട് ചെയ്യും. DML കമാൻഡ്സിനെ ലോ ലെവൽ ക്വറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഇവാലുവേഷൻ പ്ലാൻ ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ആ ഇവാലുവേഷൻ പ്ലാൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ക്വറി ഇവാലുവേഷൻ എഞ്ചിൻ എന്ത് ചെയ്യുന്നത്? എക്സിക്യൂഷൻ ചെയ്യുന്നത്. സോ ക്വറി ഇവാലുവേഷൻ എഞ്ചിൻ എക്സിക്യൂട്ട്സ് ദ ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ഈസ് കൺവേർട്ടഡ് ബൈ DML ക്വറീസ് അല്ലെങ്കിൽ DML കമ്പൈലർ കൺവേർട്ട് ചെയ്ത ലോ ലെവൽ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂഷൻ ചെയ്യുന്നത് ആരാണ്? ക്വറി ഇവാലുവേഷൻ എഞ്ചിൻ ആണ്. ഓക്കെ. സോ ഇതാണ് ഡാറ്റാബേസിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഓർ DBMS സ്ട്രക്ചർ. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുതിയതായിട്ടൊരു ഡാറ്റാബേസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടേം ഞാൻ പറഞ്ഞു. ഡാറ്റാബേസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസും DBMSഉം കൂടെയാണ് എന്ത് പറയുന്നത്? ഡാറ്റാബേസ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.